മാർട്ടിനുമായുള്ള പോലീസ് സംഘം കളമശ്ശേരിയിലെത്തിയതിൻ്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. അതോടെ ഭീകരാക്രമണ സാധ്യതയിൽ നിന്ന് വിശ്വാസിയായിരുന്ന ഒരാളുടെ പ്രതിഷേധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു. എങ്ങനെയാണ് ഒരു ആക്രമണം ഭീകരാക്രമണം ആകുന്നത് എന്നുള്ളത് അതിൻ്റെയും ഏറ്റവും മികച്ച ഉദാഹരണമാണ് തൊട്ടടുത്ത ദിവസം 2023 ഒക്ടോബറിൽ ഇതാണ് 30 ഇറങ്ങിയ പത്രങ്ങൾ. അന്നത്തെ ഒരു പത്രത്തിൻ്റെ തലക്കെട്ട്, മാതൃഭൂമി പത്രത്തിൻ്റെ തലക്കെട്ടാണ്, ആദ്യം ഭീകരാക്രമണം, പിന്നെ പഴയ വിശ്വാസിയുടെ പ്രതിഷേധം. ഇതാണ് തലക്കെട്ട്. ഈ തലക്കെട്ടൊന്നും മനസ്സിലാക്കേണ്ടത്. അത് വിചാരിച്ച് ഭീകരാക്രമണം. അപ്പോൾ ഭീകരാക്രമണം ആണെങ്കിൽ എന്താവണം? ആളുകൾ കൊല്ലപ്പെടുന്നുണ്ടോ, ഭീകരത ടെററൈസ് ചെയ്യുക എന്നുള്ളതാണോ? ടെററൈസ് തന്നെ മനുഷ്യരെ ടെററൈസ് ചെയ്യണം, മനുഷ്യരെ ഭയപ്പെടുത്തണം. അതല്ല, വേറെ ചില കോംബോ ഉണ്ട്. അതിൻ്റെ കോംബോ എന്താണ്? അത് പ്രതി മാർട്ടിനാവുന്നതോടുകൂടി അത് ഭീകരാക്രമണം അല്ലാതായി മാറാം. അത് കൃത്യമായിട്ട് ഈ വാർത്തയെ പറയുന്നുണ്ട് കേട്ടോ. എന്താ അറിയോ, മാർട്ടിനുമായുള്ള പോലീസ് സംഘം കളമശ്ശേരിയിലെത്തിയതിൻ്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. അതോടെ ഭീകരാക്രമണ സാധ്യതയിൽ നിന്ന് വിശ്വാസിയായിരുന്ന ഒരാളുടെ പ്രതിഷേധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഇവൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴേക്ക് എന്താണ്, ഭീകരാക്രമണം ഒന്നും ഇല്ലാതായി കഴിഞ്ഞു. ഇതിങ്ങനെ പച്ചക്ക് എഴുതാനും പറ്റുന്നുണ്ട്. അതാണ് പ്രൊട്ടസ്റ്റ്. വിശ്വാസിയായിരുന്ന ഒരാളുടെ പ്രതിഷേധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി പറഞ്ഞു. അത്രയേ ഉള്ളൂ. ആളുകൾ കൊല്ലപ്പെട്ടത് വിഷയമല്ല, പരിക്ക് പറ്റിയത് വിഷയമല്ല. ഇങ്ങേരുടെ ഐഡിയോളജി, അതാണ് അതിലേറ്റവും ഭീകരമായിട്ടുള്ളത്. ഇങ്ങേരുടെ ഐഡിയോളജി എന്തായിരുന്നു? അങ്ങനെ തന്നെ പറഞ്ഞാണല്ലോ, അയാൾ ഒരു അൾട്രാ നാഷണലിസ്റ്റ് ഐഡിയോളജി വെച്ചുകൊണ്ടാണ് അയാൾ ഈ ആക്രമണം നടത്തിയത്. അങ്ങേര് തന്നെ പറഞ്ഞു. എന്താണ് ഇവരുടെ പ്രശ്നം? അവർ നമ്മുടെ ദേശീയ മാനബിന്ദുക്കളെ ബഹുമാനിക്കുന്നില്ല, അവർ പട്ടാളത്തിൽ ചേരാൻ നിരുത്സാഹപ്പെടുത്തുന്നു, സർക്കാർ ജോലിയെ നിരുത്സാഹപ്പെടുത്തുന്നു, യഹോവ സാക്ഷികൾ ദേശീയഗാനം ചൊല്ലുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള നാഷണലിസ്റ്റ് ഐഡിയാസിൽ നിന്നുകൊണ്ടാണ് ഇങ്ങേര് പ്രസംഗിക്കുന്നതും. അതുകൊണ്ടാണ് ഇയാൾ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് അയാൾ സംസാരിക്കുന്ന ആരോടാ? മോഡിജിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അയാളുടെ വീഡിയോ. ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ഹിന്ദിയിൽ സംസാരിച്ചതിന് ശേഷമാണ് മലയാളത്തിൽ സംസാരിക്കുന്നത്.